മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ചിത്രകാരൻ കലേഷ് ചുള്ളിക്കൽ കണ്ണമാലി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ചുമരിൽ വരച്ച ദേവചിത്രങ്ങൾ ശ്രദ്ധേയമാവുന്നു. മ്യൂറൽ പെയിന്റിങ്ങിലൂടെ നിരവധി ചൈതന്യം തുളുമ്പുന്ന ദേവചിത്രങ്ങൾ വരച്ച് ക്ഷേത്രങ്ങളുടെ നിറസാന്നിധ്യമായി മാറിയ ഒരു കലാകാരനാണ് കലേഷ് ചുള്ളിക്കൽ. കണ്ണമാലി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ശ്രീകോവിലിന്റെ ചുമരിൽ ദേവചിത്രങ്ങൾ വരച്ചുകൊണ്ട് കലേഷ് പറയുന്നു, തന്റെ പ്രാർത്ഥനയായിരുന്നു ഈ ക്ഷേത്ര ചുമരിൽ ചിത്രങ്ങൾ വരക്കുക എന്നുള്ളത്. ഇത് നടന്നതിന്റെ സായുജ്യത്തിലാണ് കലേഷ്. ദേവിയുടെയും ഗണപതിയുടെയും ശ്രീകൃഷ്ണന്റെയും തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങൾ ഇതിനകം വരച്ചു കഴിഞ്ഞു. ചക്കനാട് മഹേശ്വരി ക്ഷേത്രം, രാമേശ്വരം ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ തന്റെ കരവിരുത് തെളിയിച്ചിട്ടുണ്ട്. ചുള്ളിക്കലിൽ കലാ ആർട്സ് എന്ന പേരിൽ ഒരു ചിത്രകലാ സ്ഥാപനവും നടത്തുന്നുണ്ട്. ഫ്ലെക്സിന് നിരോധനം വന്നതോടെ തിരഞ്ഞെടുപ്പ് കാലത്ത് കലേഷിന് ചുമരയത്തിന്റെ തിരക്കാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചുമരയത്തിന് വിളിക്കാറുണ്ട്. സൗമ്യനായ കലേഷ് ചുള്ളിക്കൽ മാളിയക്കൽ വീട്ടിൽ ഗോവിന്ദന്റെയും കൗസല്യയുടെയും മകനാണ്. ഞാൻ കരുവിൽപ്പടി സ്വദേശിയാണ്, അരൂരാണ് താമസിക്കുന്നത്. ഇത് എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. ഇങ്ങനെ ദേവിയുടെ കണ്ണമാലി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തേക്കാമെന്ന്. ഒരുതരം മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. അത് അനുസരിച്ചാണ് വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഇതൊരു 10 വർഷത്തോളം ഇതിൻ്റെ പകട്ട് വാങ്ങാതെ നിന്നോളും. അങ്ങനത്തെ ഒരു വർക്കാണിത്. അക്രലിക്കാണ് ഇത് പെയിൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. വർഷങ്ങളായി ഞാൻ ചെയ്യണതാണ്. പല ഭാഗങ്ങളിലും അമ്പലങ്ങളിലും ഇതേപോലെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കുണ്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം, പിന്നെ ചുള്ളിക്കൽ ചക്കനാട് ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിലും പിന്നെ മറ്റ് ചില ക്ഷേത്രങ്ങളിലുമൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ ഇതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇത് ഉത്സവത്തോടനുബന്ധിച്ച് എനിക്കിങ്ങനെ ഒരു ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഭാരവാഹികളെല്ലാവരും സാധിച്ചു തന്നു. ഞാനത് ചെയ്തു. ഇത് കുറേ വർക്കുകൾ മുഴുവൻ ഉള്ളത് തന്നെയാണ്. പിന്നെ എൻ്റെ ചിത്രകലയിൽ പ്രത്യേകിച്ച് ഗുരുനാഥനൊന്നുമില്ല. ചെറുപ്പകാലത്ത് മതിലുകളിലും മുറ്റത്തുമൊക്കെ എന്തെങ്കിലുമൊക്കെ വരക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതാണ് ചിത്രകലയിലെ തന്റെ തുടക്കമെന്ന് പറയുന്നു. പക്ഷേ ചിത്രകലയുടെ ഏതുവരെയും കലേഷിന് സ്വന്തമാണ്. ഒട്ടേറെ അനുമോദനങ്ങളും കലേഷിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.